അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് വീഡിയോയിൽ നോക്കുന്നത് 7ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട താരീഖിലെ കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് താരീഖ് പോലെയുള്ള വിഷയങ്ങളിലാണ്, അതുപോലെ ഫിഖ്ഹിലും. താരീഖൊക്കെ വളരെ വിഷയമാണ്, കാരണം കുറേ ഡേറ്റുകളും സമയങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പ്രധാനമായിട്ട് നമ്മൾ ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് പരിചയപ്പെടാം. ഒന്ന്, മഖ്ദൂം ഒന്നാമൻ്റെ ഖബർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ കോഴിക്കോട്, പൊന്നാനി, മലപ്പുറം. ശരിയായത് പൊന്നാനിയാണ്. 2, ഐക്യവർഷം ഏതാണ്? യോമുൽ ജുമുഅയാണോ, യോമുൽ ഈദാണോ, ആമുൽ ജമാഅയാണോ? ഐക്യവർഷം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആമുൽ ജമാഅ എന്നതാണ്. 3, നബിയോട് രൂപസാദൃശ്യം ഉണ്ടായിരുന്ന വ്യക്തി ആരാണ്? ഹുസൈൻ റളിയല്ലാഹു അൻഹു ആണോ, ഹംസ റളിയല്ലാഹു അൻഹു ആണോ, ബിലാൽ റളിയല്ലാഹു അൻഹു ആണോ? അതാരാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. 4, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ എവിടെ സ്ഥിതി ചെയ്യുന്നെന്ന് നോക്കാം. മക്കയാണോ, കൂഫയാണോ, മദീനയാണോ? ശരിയായത് കൂഫയാണ്. ഇനി അടുത്ത ചോദ്യം 5, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം ഏത് കുടുംബമാണ്? ബനു അസദ്, ബനു തൈം, ബനു ഉമയ്യ. അദ്ദേഹം ബനു തൈം കുടുംബമാണ്. ഇനി 6, അശറത്തുൽ മുബശ്ശറയിൽ പെട്ടവർ ആരാണ്? യാസർ റളിയല്ലാഹു അൻഹു, ലുക്മാൻ റളിയല്ലാഹു അൻഹു, സഈദ് റളിയല്ലാഹു അൻഹു. ഇതിലാരാണ്? ശരിയായത് സഈദ് റളിയല്ലാഹു അൻഹു ആണ്. രണ്ടാമത്തെ പ്രവർത്തനമാണ് ഇനി നോക്കാനുള്ളത്. യോജിപ്പിക്കുക എന്നുള്ളതാണ്. ബ്രാക്കറ്റിൽ നിന്ന് താഴേക്ക് യോജിപ്പിക്കുക. 1, സ്വർഗാവകാശിയായ ഒരാൾ വരുന്നു. ആരാണ് അയാൾ? സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. 2, വിഷബാധ ഏറ്റു വഫാത്തായി. നബി തങ്ങളുടെ പേരമകൻ ഹസൻ റളിയല്ലാഹു അൻഹു. 3, സഈദ് റളിയല്ലാഹു അൻഹു വഫാത്തായ സ്ഥലം, അത് അഖീഖ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അഖീഖ്. 4, അബുൽ ഹഖ് മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാർ വഫാത്തായ ഹിജറ വർഷം അതിൽ കാണാം. ഹിജറ വർഷം ചോദിച്ചാൽ പിന്നെ കൃത്യമായിട്ട് മുകളിൽ കൊടുത്തിട്ടുമുണ്ട് അക്കത്തിൽ. 1385 5, സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ ജനിച്ചത് എവിടെയാണ്? കൊച്ചി. 6, ഉസൂലുൽ ദബ്ഹ് എന്ന കിതാബ് രചിച്ചത് ആരാണ്? രചിച്ചത് ഉമർ ഖാളി റളിയല്ലാഹു അൻഹു. അവസാന ചോദ്യമാണ് ഷംസുൽ ഉലമായുടെ ഉസ്താദ്. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. അബ്ദുൽ ഖാദിർ ഫളുഫരി റളിയല്ലാഹു അൻഹു. അടുത്ത പ്രവർത്തനം പൂർത്തിയാക്കാം എന്നുള്ളതാണ്. 1, തോളിരിക്കുന്ന കുട്ടിയെ ഡാഷ് തലോടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹുമ്മ ഡാഷ്. തോളിരിക്കുന്ന കുട്ടിയെ സ്നേഹത്തോടെ തലോടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹു വ അഹിബ്ബഹു. 2, അല്ലാഹുവേ എനിക്ക് നീ നിഷേധിച്ച ഈ ഡാഷ് സഈദിന് ഡാഷ് നിഷേധിക്കരുത്. അല്ലാഹുവേ എനിക്ക് നീ നിഷേധിച്ച ഈ ഖൈർ എൻ്റെ മകൻ സഈദിന് നീ നിഷേധിക്കരുത്. ആ പ്രാർത്ഥനയാണ്. അതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. സഈദിൻ്റെ പിതാവ് എന്തായിരുന്നു പ്രാർത്ഥിച്ചത്?
3 മാലിക് ബിൻ ഹബീബും കുടുംബവും ഡാഷ് പോകുകയും അവിടെ ഡാഷ് സ്ഥാപിക്കുകയും ചെയ്തു. മാലിക് ബിൻ ഹബീബും കുടുംബവും കൊല്ലത്തേക്ക് പോവുകയും അവിടെ ഒരു പള്ളി സ്ഥാപിക്കുകയും ചെയ്തു. 4 കേരളം കണ്ട ഏറ്റവും വലിയ ഡാഷ് സാമൂഹിക ഡാഷ് ആയിരുന്നു മമ്പുറം തങ്ങൾ. കേരളം കണ്ട ഏറ്റവും വലിയ ആത്മീയ നേതാവും സാമൂഹ്യ പരിഷ്കർത്താവും ആയിരുന്നു മമ്പുറം തങ്ങൾ. അടുത്ത പ്രവർത്തനം ഹിജറ വർഷം എഴുതുക എന്നുള്ളതാണ്. 1 ഹസൻ റളിയല്ലാഹു അൻഹു മദീനയിൽ ജനിച്ചത് ഏത് വർഷമാണ്? ഹിജറ 3-ാം വർഷം. 2 അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടത് എത്രയാണ്? 32. 3 സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ വഫാത്തായത് 928 4 ഷിഹാബുദ്ദീൻ ഷാലിയാത്തി ജനിച്ചത് വർഷം 1302 5 മമ്പുറം തങ്ങൾ ജനിച്ചത് സിമ്പിളാണ് 1166 1166. 6 ജമൽ യുദ്ധം നടന്നത് എത്ര? 36. ഇനി അടുത്ത പ്രവർത്തനമാണ് അന്ത്യവിശ്രമം എവിടെ എന്നുള്ളതാണ് പ്രവർത്തനം. എവിടെയാണ് ഖബർ സ്ഥിതി ചെയ്യുന്നത്? 1 അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹുജറത്തു ഷരീഫയിലാണ്, നബി തങ്ങളുടെ അടുത്ത് തന്നെയാണ്. 2 ത്വൽഹ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ബസറയിലാണ് ഖബർ. 3 അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു, ആ സ്ഥലം ജോർദാനിലാണ്, ഉർദുൻ. 4 അബുൽ ഹഖ് മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാർ, അദ്ദേഹം വാളക്കുളം. 5 ഹസൻ റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹു മറവിട്ട് കിടക്കുന്നത് ജന്നത്തുൽ ബഖീഅ. വ്യക്തമാക്കുക. 1 അവർ ഔറംഗസീബ് ആലംഗീരിയുടെ വ്യക്തിഗുണങ്ങൾ എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സമയമായാൽ ഉടൻ നിസ്കരിക്കുക, വുളൂ മുറിയാതെ സൂക്ഷിക്കുക, തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ നോമ്പ് പിടിക്കുക, റമളാൻ തറാവീഹ് കൊണ്ട് ഹയാത്താക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. 2 മഖ്ദൂം രണ്ടാമൻ്റെ രചനകൾ ചോദിക്കൂട്ടോ. 1 ഫതുഹുൽ മുഈൻ, ഇർഷാദുൽ ഇബാദ്, തുഹ്ഫത്തുൽ മുജാഹിദീൻ, ഇഹ്കാമു അഹ്കാം അന്നിക്കാഹ്, മുഖ്തസറു ശറഹിസ് സുദൂർ, അൽ അജ്വിബത്തുൽ അജീബ. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ. 3 ഇസ്ലാം കേരളത്തിന് നൽകിയ സാമൂഹ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ്? മാന്യമായ വേഷവിധാനം, മഹത്തായ ജീവിതശൈലി, എല്ലാത്തരം ജനങ്ങളെയും സ്നേഹിക്കാനുള്ള കഴിവ്. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.